ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല വേനൽക്കാലമല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള 2 ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബീട്രൂട്ട് ജ്യൂസും ക്യാരറ്റ് ജ്യൂസും. ഇത് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങ, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി ആദ്യമേ നമ്മൾ ഇഞ്ചി ഒന്ന് ചതച്ച് നീരെടുക്കണം, നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക, അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീരെടുക്കുക. നമ്മൾ ഈ മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേന് ചിലപ്പോൾ അതിൻ്റെ ഒരു തരിതരിപ്പ് വരും, അതുകൊണ്ടാണ്. ഇനി പഞ്ചസാരയ്ക്ക് പകരം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഹണി വേണേലും ചേർക്കാം, അതും നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് നീരെടുത്തുകൊണ്ട് വരാം. നമുക്ക് ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇഞ്ചി നീര് ഞാൻ ഇഞ്ചി ചതച്ച് അല്പം വെള്ളവും കൂടെ ചേർത്താണ് പിഴിഞ്ഞെടുത്തത്. അതുകൊണ്ട് ഒഴിച്ചു, അത് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ബീട്രൂട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അരിച്ചെടുത്തതാണത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് 2 ഗ്ലാസ് ജ്യൂസിനുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇടാം. ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു നാരങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഹണി എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഹണി ചേർക്കുക. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീരെടുക്കണം, നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കണം, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് അല്പം വെള്ളവും കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് കിട്ടും. ക്യാരറ്റും അതുപോലെ തന്നെ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം നമ്മൾ. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അന്നേരത്തിന് അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. ഇഞ്ചിയുടെ നീരൊഴിച്ചു, നാരങ്ങ നീര്, അതിൻ്റെ ക്യാരറ്റിൻ്റെ നീര്, ക്യാരറ്റ് ജ്യൂസ് അതുപോലെ ഒഴിക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ തേനും കൂടി ചേർക്കാം. അല്പം വെള്ളമോടെ ചേർക്കാം. ഇത് 2 ഗ്ലാസ്സിനുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് തേൻ കുറച്ചുകൂടെ ചേർക്കാം. ഈ തേന് പകരം പഞ്ചസാര വേണേലും ചേർക്കാം. പാകത്തിന് മധുരമുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ജ്യൂസാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കുട്ടികൾക്കുണ്ടാക്കി കൊടുത്തു നോക്കണം. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇടാം.